അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഹഫീദിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറയുന്ന, ക്ലാസ് കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ, ഇരുലോക ആഫിയത്ത് നൽകട്ടെ. മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ, എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൻവാർ ഹഫീദിൻ്റെ കുടുംബത്തിലെ ഒരുപാട് സഹോദരിമാരാണ് കൂടുതൽ സഹോദരങ്ങളും. പല സന്ദർഭങ്ങളിലായി റിപ്പീറ്റ് ചെയ്ത് ആവർത്തി ചോദിച്ച ചില ചോദ്യങ്ങൾ, ചില മസലകൾ ഒന്ന് പരിചയപ്പെടാൻ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമ്മുടെ സാന്ദർഭികമായി ഇൽമുൽ ഹാൽ, ഓരോ സന്ദർഭത്തിനോട് യോജിച്ച ഒരു വിജ്ഞാനം അത് നിർബന്ധമാണല്ലോ നമുക്ക്. പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില മസലകളാകുമ്പോൾ അതിന് എഫക്റ്റ് കൂടും. കാരണം നിസ്കാരം നമുക്ക് ഡെയിലി ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ആദ്യമായിട്ട് സഹോദരിമാർ ചോദിച്ചൊരു ചോദ്യമാണ്. ഉസ്താദേ, ഇപ്പോൾ കൂടുതലായിട്ട് വിപണിയിൽ വരുന്നത് ഈ കളർ നിസ്കാരക്കുപ്പായങ്ങളാണ്. മൊത്തത്തിൽ ഒരു ഷെയ്ഡ് കളറായിരിക്കും, വൈറ്റ്. പഴയകാലം നിസ്കാരക്കുപ്പായം വൈറ്റ് മാത്രമാണ്, ഓർക്കുന്നില്ലേ? നമ്മുടെ ഉമ്മമാരുടെയൊക്കെ വെള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു കളറിൽ നിസ്കാരക്കുപ്പായം വിപണിയിൽ കാണാൻ പറ്റില്ല, അത് വൈറ്റ് കളറാണ്. പിന്നെ പർദ്ദയാണ് വേറെ കളറിലൊക്കെ ഉണ്ടാവുള്ളൂ. അതും പിന്നെ ഈ സമീപകാലത്താണ് ഈ ബ്ലാക്ക് കളർ മാറിയിട്ട് മറ്റുള്ള കളറിലേക്കൊക്കെ പർദ്ദകൾ കൂടുതൽ പിന്നെ വിപണിയിലേക്ക് വന്നത്. അപ്പോൾ നിസ്കാരക്കുപ്പായം വൈറ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് വ്യാപകമായി സഹോദരിമാർക്കാണെങ്കിലും കൂടുതൽ എളുപ്പമാകുന്നു എന്ന് തോന്നുകയാണ് ഈ കളർ നിസ്കാരക്കുപ്പായങ്ങൾ. പലപ്പോഴും ഇനി വൈറ്റ് ആണെങ്കിൽ തന്നെ അതിങ്ങനെ പിന്നെ ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ കുത്തുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വൈറ്റ് എന്ന് പറയുന്നതിന് മാറി നിന്നു. അല്ലെങ്കിൽ ഫുൾ കളറാണ്, ഒറ്റ കളറാണ്. അത് പിന്നെ ചിലപ്പോൾ ഡാർക്കാവും, ചിലപ്പോൾ ലൈറ്റാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ കൂലി കുറയുമോ എന്നാണ്. യഥാർത്ഥത്തിൽ കൂലി കുറയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൂലി കുറയും. കാരണം നിസ്കരിക്കാൻ വെള്ള വസ്ത്രം, അതിന് പ്രത്യേകമായൊരു ബറക്കത്തും പ്രത്യേകമായൊരു പോരിശമാണ്. വെള്ള വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്ത്രമാണ്. വെള്ള വസ്ത്രമാകുമ്പോൾ നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. ബാക്കിയുള്ള വൃത്തിയാക്കേണ്ട എന്നല്ല, അതിൽ പ്രത്യേകമായ, അതായത് അഴുക്കുകൾ നിലനിൽക്കാൻ നമ്മൾ ഇടം കൊടുക്കില്ല സാധാരണഗതിയിൽ. പിന്നെ പഴയ കാലത്തൊക്കെ ഏറ്റവും വൃത്തികേടായിട്ട്, ഇന്നും അങ്ങനെ തന്നെ ആകാം. അതുകൊണ്ടായിരിക്കാം ഈ കളർ നിസ്കാരക്കുപ്പായങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെയിലാകുന്നത്. കാരണം വൈറ്റ് ആകുമ്പോൾ വലിയ താമസിയാതെ വാഷ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ കരിമ്പൻ, ഇപ്പോൾ നമ്മൾ ഉതുവൊക്കെ എടുത്തിട്ട് നിസ്കാരക്കുപ്പായ ഇടുമ്പോൾ അവിടെ നനവുണ്ടാവും. പിന്നെ നമ്മൾ ചുറ്റിക്കൂട്ടി പായലാക്കിയിട്ട് ഇങ്ങനെ തീർത്തിട്ട് അവിടെ ഇങ്ങോട്ട് വയ്ക്കും, അല്ലെങ്കിൽ മുസല്ലയിലാക്കി മടക്കി അങ്ങോട്ട് ഇട്ടു. അതങ്ങനെ ചുരുണ്ടുകൂടി നാശാവും. പുറത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് പോകാൻ പാടില്ലാത്തവരുടെ മുന്നിലേക്ക് പോകുമ്പോഴും നല്ല ടിപ്പ് ടോപ്പായിട്ട് നമ്മുടെ ഡ്രസ് കോഡ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളെ കണ്ടാൽ, കല്യാണത്തിനൊക്കെ നമ്മുടെ സഹോദരിമാർ പോകുന്ന കണ്ടാൽ നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ പറയും, ഇന്ന് മിക്കവാറും പുതിയാപ്പള മാറിപ്പോകുമെന്ന് പറയും ഇല്ലേ? അങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി മണവാട്ടി മാറിപ്പോകും. ഏതാ മണവാട്ടിയും തിരിച്ചറിയാൻ പറ്റില്ല. അത്രയേറെ സെറ്റപ്പിലാണ് നമ്മുടെ ഡ്രസ് കോഡുകൾ ഭംഗിയാക്കുന്നത്. ആ ഭംഗിയാക്കുന്നതിൻ്റെ 100 അംശം നമ്മുടെ നിസ്കാരക്കുപ്പായം നമ്മൾ മൈൻറ്റെയിൻ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ വലിയ ആളുകളായനെ. അതിങ്ങനെ കരിമ്പനടിച്ച് നാശമായി. അപ്പോൾ ആ ഒരു അവസ്ഥ അറിയാതിരിക്കാൻ വേണ്ടി വാഷിംഗ് നമുക്ക് പെട്ടെന്ന് വേണ്ട, കരിമ്പൻ പ്രശ്നങ്ങൾ നമുക്ക് പ്രയാസപ്പെടുത്തില്ല. ആ ഒരു തരത്തിൽ നമ്മൾ കളറിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വൈറ്റ് ഏറ്റവും അഫ്ളലാണ്. ജനങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ ഏറ്റവും ഭംഗിയാക്കുക. എന്നിട്ട് ഏറ്റവും ഭംഗിയുള്ള ആളുടെ മുന്നിൽ, ഭംഗി ഇഷ്ടപ്പെടുന്ന, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവനാണ്, ഭംഗി അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആളുടെ മുന്നിൽ കരിമ്പൻ അടിച്ച് ആകെ നാശാക്കി പള്ളേ കളയാൻ പോലും കൊള്ളില്ലാത്ത രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആകാൻ പാടില്ല. അത് കൃത്യമായ ആങ്കറിൽ തന്നെ കിടക്കണം. നിസ്കാരക്കുപ്പായം ആങ്കറിൽ, നമ്മുടെ പർദ്ദയും നമ്മുടെ ചുരിദാറും ലാച്ചയും കിടക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ആദരവോടുകൂടെ കിടക്കേണ്ടതാണ്. ഇതിനാണ് ആദരവ് വേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ വെള്ള വസ്ത്രത്തിൽ, വെള്ള നിസ്കാരക്കുപ്പായം, അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കണം. പഴയകാലത്തൊക്കെ ഉമ്മമാർ ഈ ഉജാലയ്ക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമല്ലോ. എങ്ങനെയാണെങ്കിൽ നിസ്കാരക്കുപ്പായത്തിൽ ഉജാല മുക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല. അതിനൊരു നല്ലൊരു വൈറ്റ്നെസ് കിട്ടാനൊക്കെ കാരണമാകും, നല്ലതാണ്. അപ്പോൾ ഏതായിരുന്നാലും വൈറ്റ് നിസ്കാരക്കുപ്പായത്തോളം അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സിനോളം ഒക്കില്ല, അതാണായാലും പെണ്ണായാലും വേറെ ഏത് കളറും, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഉപയോഗിക്കുന്നുണ്ട്, വിരോധമല്ല. പക്ഷേ ആ വെള്ളവസ്ത്രം എന്ന കൂലി അവിടെ മൈനസ് ആവും. കൂലി കുറയും. അത്
എന്താ വേണ്ടത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, കൈകാര്യം ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം, കഅബയുടെ മനോഹരമായ കഅബയുടെ മദീനയുടെ ചിത്രമുള്ള മുസല്ല. ആ മുസല്ല എന്ന് പറഞ്ഞാൽ തന്നെ ചിത്രവും മനോഹരമായ കളറും പിന്നെ പള്ളിയുടെ അല്ലെങ്കിൽ കഅബയുടെ മദീനയുടെ പിന്നെ ചിത്രങ്ങളുള്ള മുസല്ലയാകും. ഈ മുസല്ലയിൽ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുക. പലരും പറയുന്നു ഉസ്താദേ അതിൽ നിസ്കരിച്ചാൽ കൂലി കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കറാഹത്താണെന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കുന്നൊരു കാര്യം, സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അതിനോട് വെറുപ്പാണ്. ഹറാമാണെന്ന് ശിക്ഷ കിട്ടുമെന്ന് നരകത്തിൽ പോകുന്നൊന്നല്ല, ഒരു വെറുപ്പാണ്. അത്തരം ചിത്രങ്ങളുള്ള പിന്നെ ഭയങ്കര ഇടിവെട്ട് കളറുള്ള അട്രാക്ഷനുള്ള മുസല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കേണ്ടി വന്നാൽ നമ്മൾ ഒരു വൈറ്റ് തുണി അതിൻ്റെ മുകളിൽ നമ്മൾ വിരിക്കുക. മുസല്ല നമുക്കുണ്ടല്ലോ, അല്ലെങ്കിൽ കാർപ്പറ്റിലായിക്കോട്ടെ ഭയങ്കരമായ ഡിസൈൻ അട്രാക്ഷൻ ഉണ്ടാകുന്ന തരത്തിൽ ഭയങ്കരമായ അടയാളങ്ങളൊക്കെ കൊടുത്തിട്ട് അത് പള്ളിയിൽ പോലും വ്യാപകമാണ്. അപ്പോൾ അതൊക്കെ കറാഹത്തിലേക്ക് ചേരും. മാർക്ക് കുറയാണ് അവിടെ. അപ്പോൾ ഒന്നുകിൽ അത് തിരിച്ച് അതിൻ്റെ അടിവശമാക്കുക, അവിടെ നിസ്കാരമാക്കുക, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് തുണി വിരിക്കുക. അല്ലാതെ കോമൺ ആയിട്ട് മുസല്ലാണ്ട് വിരിക്കുക, നിസ്കരിക്കുക, അത് കറാഹത്തായി കൂലി കുറയുന്നതിലേക്ക് വരും എന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം, നിസ്കാരത്തിൽ സഹോദരിമാർ നിൽക്കുമ്പോൾ പലരും ചോദിച്ചു ഉസ്താദേ ഞങ്ങളോട് പിന്നെ സാധാരണ ഒരു ചാൺ അകലത്തിൽ, പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പൂച്ച അതിലൂടെ കടന്നു പോകണം എന്നൊക്കെ ചില പിന്നെ ഒരു തമാശ പോലെ അതിൻ്റെ മസാലകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചാൺ അകലം 2 കാൽപാദങ്ങൾ തമ്മിൽ അത് സുന്നത്താണ്. പക്ഷെ പുരുഷന്മാർക്ക് മാത്രമാണ്. സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും റുക്കോയിലാകുമ്പോഴും സുജൂദിൽ കിടക്കുമ്പോൾ നമ്മുടെ കാലുണ്ടാവുമല്ലോ, അതൊക്കെ ചേർന്ന് തന്നെയാണ് നിൽക്കേണ്ടത്. ഒരു ചാണകലത്തിലേക്ക് നീങ്ങാൻ പാടില്ല, പരമാവധി ചേർത്ത് വെക്കണം. സ്ത്രീകൾക്ക് അത് സുന്നത്താണ്, അത് ഒഴിവാക്കാൻ പാടില്ല, പരമാവധി ചേർക്കേണ്ട വേണ്ടത് എന്ന്. സഹോദരന്മാർക്കൊരു ചാണകലം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം, തല മറയ്ക്കാതെ, അവറത്ത് പൂർണ്ണമായിട്ട് മറയ്ക്കാതെ തല മറയ്ക്കാതെ ഒതു എടുത്താൽ കുഴപ്പമുണ്ടോ? ഇപ്പോൾ ചില സഹോദരന്മാർ പിന്നെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഒതു കൊടുക്കും. അപ്പോൾ അതിലൊക്കെ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവറത്ത് മറയ്ക്കാമെന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ മാന്യന്മാർ കീപ്പ് ചെയ്യുന്നൊരു ഭാഗമാണ്. നിസ്കാരത്തിൽ അത് ഷർത്താണ്, ഉളൂയിൽ അത് ഷർത്തില്ല. ഉളൂയിൽ അവറത്ത് പൂർണ്ണമായിട്ട് മറയ്ക്കണം, തല മുഴുവനായിട്ട് മറച്ചിരിക്കണം. തടവാൻ നേരത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ, അല്ലാത്തപ്പോൾ തല മുഴുവനായിട്ട് മറച്ചിരിക്കണം. അങ്ങനെയൊന്നും പ്രത്യേകം വരുന്നില്ല. പിന്നെ നമ്മുടെ മര്യാദയുടെ പിന്നെ മറ്റുള്ളവർ ഇപ്പോൾ ഒരു സഹോദരിയെ അന്യ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹിജാബ് നിർബന്ധമാണ്, തലയും എല്ലാം ഹിജാബ് നിർബന്ധമാണ്, മറയ്ക്കണം. പിന്നെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറ്റൊരാൾ കാണുന്ന തരത്തിലാണെങ്കിൽ അത് ആണുങ്ങളായാലും മടക്കി കുത്തൽ ഹറാമാണ്, കുറ്റം കിട്ടുന്ന കാര്യമാണ്. ഔറത്തൊക്കെ വെളിവാക്കിയിട്ട് ശരീരഭാഗം കാണിച്ചിട്ട് ഒരു പെണ്ണതിലെ നടന്നു പോയാൽ നമ്മൾ പറയും എവിടുന്ന് വന്നടാ ഇവിളൊക്കെ എന്ന് ചോദിക്കും. വലിയ ഈമാൻ കയറിയിട്ട് ഈ ചോദിക്കുന്ന ആളെ മടക്കി കുത്തി നിൽക്കുക, അയാൾ ഓൾറെഡി ഹറാമിലാണ്. രണ്ടും ഒരേ ഹുക്കുമാണ്, ഹറാമാണ്. മടക്കി കുത്തി നിൽക്കുന്നുണ്ടല്ലോ ഹറാമ്. നമ്മുടെ ബൈന സുറത്തി ഉറക്കുക, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് നമ്മുടെ തുടഭാഗം കാണുക, പ്രശ്നമാണ്. ദീൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, തടഞ്ഞിരിക്കുന്ന ഹറാമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്ക് ഒളു എടുക്കാൻ, ആ ഒളു എടുക്കുന്ന സമയത്ത് ഔറത്ത് പൂർണ്ണമായിട്ട് മറക്കണം എന്ന നിബന്ധനയില്ല. ഒളു ശരിയാകുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, രാത്രിയിൽ കിടക്കാൻ നേരത്ത് ധരിച്ച വസ്ത്രം, ആ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ സുബഹി നിസ്കരിക്കുക അല്ലെങ്കിൽ നിസ്കാരം നടത്തുക. അതുകൊണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നജിസില്ലെങ്കിൽ, നജിസൊന്നുമില്ല, അതിൽ നിസ്കാരം ശരിയാകാത്ത തടസ്സമുണ്ടാകുന്ന നജിസൊന്നും ആയിട്ടില്ല. എന്നാൽ ഉറങ്ങി എണീറ്റ ആ വസ്ത്രത്തിൽ തന്നെ നിസ്കരിക്കാം, ഒരു വിരോധവുമില്ല. എന്നാൽ നിസ്കാരത്തിൽ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചാണ് നിൽക്കേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ അള്ളാൻ്റെ മുന്നിൽ നിൽക്കാൻ, പടച്ച തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റായ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ നിൽക്കണം. ഏറ്റവും നല്ല വസ്ത്രം, രാത്രി കിടന്ന അതേ വസ്ത്രം, ഇന്നലെ ഓടാൻ പോയ വസ്ത്രം, നടക്കാൻ പോകുന്ന വസ്ത്രം, ഈ ജാതി വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് ചേരാൻ പാടില്ല. ചില ആളുകളൊക്കെ പള്ളിയിലേക്ക് വരുന്നത് കണ്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒന്നുമില്ലാത്ത വെറും പിച്ചക്കാർ പോലും നടക്കാൻ നാണിക്കുന്ന ചില വേഷങ്ങൾ, മുണ്ടൊക്കെ കണ്ടാൽ നമ്മുടെ ബംഗാളികൾ പോലും ആ ജാതി മുണ്ടെടുക്കില്ല. പറ്റ നിലവാരം കുറഞ്ഞ ഒരു ജാതി കോലത്തിൽ പള്ളിയിലേക്ക് വരും. ബംഗാളികളെ തിരിച്ചറിയാൻ പറ്റില്ല ആ കോലത്തിൽ. അവർ പിന്നെയും പള്ളിയിൽ വരുന്നത് ഭയങ്കരമായ അത്രയൊക്കെ അടിച്ച് സെൻ്റൊക്കെ അടിച്ചിട്ട്, ചില ആളുകൾ ജുബ്ബയൊക്കെ ഇട്ട് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പടച്ചോനെ ഇവിടുത്തെ ഖത്തീബ് മാറിയെന്ന് വിചാരിച്ചു. ബംഗാളികൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്, ചിലർ ഖമീസൊക്കെ ഇട്ടിട്ട് ഷാളൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പിൽ. എന്നിട്ടോ ബംഗാളി അങ്ങനെ, മലയാളിയുടെ അവസ്ഥ എന്താ? മലയാളിയുടെ അവസ്ഥ എന്താ? മലയാളി ബംഗാളിയായിട്ടാണ് വരുന്നത്.
അപ്പം ആ ജാതി അവസ്ഥകൾ നല്ലതല്ല. രാത്രി ഇട്ട വസ്ത്രം നിസ്കരിക്കാം നൈസില്ലെങ്കിൽ, വിരോധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ല വസ്ത്രം അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ ഒരു കാര്യം, നഖം, മുടി അത് കുഴിച്ചിടാതിരുന്നാൽ പല അപകടങ്ങളും സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ വാസ്തവം? പലരും ചോദിച്ചിട്ടുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നഖം അത് കുഴിച്ചു മൂടൽ നിർബന്ധമാണ്. മുടി ശരീരത്തിൻ്റെ എവിടെ നിന്ന് നീക്കം ചെയ്ത പോയ മുടിയാണ് നീക്കം ചെയ്താണെങ്കിലും റിമൂവ് ചെയ്താണെങ്കിലും അത് കുഴിച്ചിടൽ സഹോദരിമാർക്ക് നിർബന്ധമാണ്. സഹോദരന്മാർക്കോ അവരുടെ ഗുഹ്യഭാഗത്തെ രോമം, ഔറത്തിൻ്റെ ഭാഗത്തെ രോമം കുഴിച്ചിടൽ ഫർലാണ്. അല്ലാത്തപ്പോൾ നഖം മുറിച്ചു, ഔറത്തിൻ്റെ ഭാഗമല്ല അത്, അല്ലെങ്കിൽ താടി കളഞ്ഞു, മുടി കളഞ്ഞു, ഇതെല്ലാം കുഴിച്ചു മൂടൽ സുന്നത്താണ്. അലക്ഷ്യമായിട്ട് തെങ്ങിൻ്റെ വീട്ടിലേക്ക് എറിയുക, ചുമ്മാ നഖമൊക്കെ വെട്ടിയിട്ട് അങ്ങോട്ട് വെള്ളം കളയുക, ഈ ജാതി വകുപ്പുകൾ അത് ക്ലോസറ്റിൽ ഇവിടെ ഒന്നും നിക്ഷേപിക്കേണ്ടതല്ല. ശരിയായ രീതി കഴിയുമെങ്കിൽ അതിനെ മറക്കണം എന്നാണ്. അതെവിടെയാണ്? മണ്ണൊരൽപ്പം മാറ്റിയിട്ട് മതിയായ തൂമ്പെടുത്ത് കളച്ചിട്ട് 6 അടി മണ്ണൊന്നും കുഴിക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ വിരൽ കൊണ്ട് മാറ്റിയാൽ മതിയല്ലോ, അതിലേക്ക് നിക്ഷേപിച്ച് മൂടിക്കളയണം. കുഴിച്ചു മൂടൽ സുന്നത്താണ്. സഹോദരിമാർക്ക് നിർബന്ധമാണ്. ഈ നഖമൊക്കെ അലക്ഷ്യമായി കിടക്കാമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അവിടെ പൈശാചികമായ ചില കളികളുണ്ടാവും. സിഹറുകൾ ചെയ്യപ്പെടാൻ, മാരണങ്ങൾ ചെയ്യപ്പെടാൻ, ജിന്നുകൾ വരെ ഇത് കൊണ്ടുപോകുന്ന ആ അവസ്ഥ ഉണ്ടാകരുത്. ബിസ്മില്ലിട്ട് മൂടണം, പിന്നെ ശൈത്താൻ തുറക്കാൻ പറ്റരുത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി കേട്ടോളൂ, രാത്രി വീടടിച്ചു മാറുന്നത് പ്രശ്നമാണെന്ന് കുറേ പേരൊക്കെ നമ്മുടെ അൻവാർ എഫ്എസിൻ്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സുകളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ രാത്രി വീടടിച്ചു വരിക, അത് നിർബന്ധ ഒരു സാഹചര്യം വന്നു, പിള്ളേരാകെ നാശാക്കിയിട്ടേക്കാം, അപ്പോഴാണ് ഗസ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഉസ്താദ് വരുന്നത്, അല്ലെങ്കിൽ പരിപാടി നടക്കുന്നത്, അല്ലെങ്കിൽ പരിപാടി നടക്കാൻ പോവുക, അപ്പോഴാണ് ഇവിടെ ആകെ നാശാക്കി കളഞ്ഞത് കുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ അവിടെ മെനകേടായി പ്രയാസമായി. അപ്പോൾ അതിനെ വൃത്തിയാക്കുക. നിർബന്ധ സാഹചര്യത്തിൽ അതങ്ങനെ ആദത്തല്ല, പിന്നെ പതിവാണ്. രാത്രി അടിച്ചു മാറിങ്ങനെ പതിവാണ്. ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ പോരരുത്. ജസ്റ്റ് നമ്മൾ ഇതേപോലെ കരടുകളോ പേപ്പറുകളൊക്കെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒന്ന് അത്യാവശ്യം പറക്കി മാറ്റിക്കളയുക, അടിച്ചു മാറിക്കളയുന്ന ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കുക. അത് തീർച്ചയായിട്ടും കുടുംബത്തിൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കച്ചവട ഇടപാടുകളൊക്കെ നാശമായി പോകുന്നതിലേക്ക് വരും എന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്, എൻ്റെ വകയെല്ലാം. അപ്പോൾ പ്രധാനപ്പെട്ട ചില മസ്തറുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പെടും എന്ന് മനസ്സിലാക്കിയാണ്. അള്ളാഹു ഉപകാരപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله